ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ആദ്യത്തെ വർക്ക് ഒരു 1 kg വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഈ കേക്കിൽ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ക്രീമിൽ കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. സൈഡിൽ പിന്നെ ലൈൻ സ്ക്രാപ്പർ വെച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിൽ പിന്നെ റോസെറ്റ നോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ. അടുത്തത് 1 kg തന്നെ വന്നിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് കേക്കാണ് കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഫിനിഷ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കേക്കിന് ക്രംസ് വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിന് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേക്ക് സ്പോഞ്ച് ഒരു ചെറിയ പീസ് എടുത്തിട്ട് നല്ലപോലെ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ടുള്ള പൗഡർ ഇട്ടിട്ട് അത് ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് കേക്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് ആ ഒരു പൗഡർ കൊടുക്കേണ്ടത് അവിടെയൊക്കെ ഇങ്ങനെ അത് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പൗഡർ നമുക്ക് 1 മാസം വരെയൊക്കെ ഫ്രീസറിൽ വെച്ചാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈർപ്പൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സിപ്പ് ലോക്ക് ബാഗിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് 1 kg തന്നെ വന്നിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാനിപ്പോൾ വൈറ്റ് ക്രീമിലൊന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കേക്കിൽ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറീസാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ. അടുത്തത് 1/2 kg വന്നിട്ടുള്ള ഒരു കേക്കാണ്. സിമ്പിളായിട്ടുള്ള ഒരു ബോർഡർ മാത്രമാണ് ഈ ഒരു കേക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഒരു ബോർഡറാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഒരു 1/2 kg തന്നെ വന്നിട്ടുള്ള കേക്കാണ്. ഈ ഒരു കേക്കിലും സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള വേറൊരു ബോർഡറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അടുത്തത് വീണ്ടും ഒരു 1 kg തന്നെ വന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിലും സിമ്പിളായിട്ടുള്ള ഒരു ബോർഡർ തന്നെ കൊടുത്തിട്ടുള്ളത്.
റോസറ്റ നോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തത് 1/2 kg വന്നിട്ടുള്ള ഒരു വാഞ്ചോ കേക്കാണ്. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വെച്ചിട്ടുള്ള ഒരു ഗണേശ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് ഈ ഒരു കേക്കിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് 1 kg വന്നിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഇവിടെ ഞാൻ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ടോപ്പിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേശാണ് കേട്ടോ ഈ ഒരു കേക്കിൽ കൊടുക്കുന്നത്. ഇപ്പോൾ കേക്കിൻ്റെ ടോപ്പിലും സൈഡിലൊക്കെ ഗണേശ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടോപ്പിൽ ഷെൽ നോസിൽ വെച്ചിട്ടൊരു ചെറിയ ബോർഡർ കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.